പ്രിയമുള്ളവരെ, ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന ചുവന്ന ബട്ടണായ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും അമർത്തേണ്ടതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തുന്നത് ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. മലപ്പുറം ജില്ലയിലെ പോരൂർ പഞ്ചായത്തിൽ ജൈവ കൃഷിയിൽ അതിവിദഗ്ധരായ 2 കർഷകരുണ്ട്. വർഷങ്ങളായിട്ടുള്ള കൂട്ടുകെട്ടാണ് ഇവർ. എല്ലാ രീതിയിലുള്ള പച്ചക്കറികളും ഇവർ ജൈവ കൃഷിയിൽ 100% ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നിരവധി ആളുകളാണ് ഇവരുടെ പച്ചക്കറി ആവശ്യാർത്ഥം ഇവരെ സമീപിക്കുന്നത്. വളരെ നല്ല രീതിയിൽ പല ഭാഗങ്ങളിലായിട്ട് എവിടെയൊക്കെ ഭൂമി ഒഴിവുണ്ടോ അവിടെയൊക്കെ ഇവരുടെ പച്ചക്കറിത്തോട്ടം ഉണ്ടായിട്ടുണ്ട്. നിരവധി ആളുകൾ, അതായത് നമുക്ക് എത്ര കണ്ട് വിശ്വസിച്ച് വാങ്ങാം. ഒരിക്കലും രാസവളം ഉപയോഗിക്കുകയോ രാസവളം കൊണ്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ഇവരുണ്ടാക്കുകയോ ചെയ്യുന്നില്ല. തികച്ചും ഇവരുടെ അടുത്ത് ഇതിൻ്റെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഇവരുടെ അടുത്തുണ്ട്. ജൈവവളം ഉൽപ്പാദിപ്പിക്കാനുള്ളതും വർഷങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് മാത്രമല്ല, മറ്റ് പല കൃഷിയിലും ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരാൾ പടപ്പൻ അബ്ദുള്ള എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനും കൂടിയായിട്ടുള്ള ആളാണ് മറ്റത് കൊടക്കാടൻ അബൂബക്കർ എന്ന് പറയുന്ന കുട്ടിക്ക എന്ന് ഞങ്ങൾ കുട്ടിക്ക് വിളിക്കുന്ന കൊടക്കാടൻ അബൂബക്കർ. 2 പേരും വർഷങ്ങളായിട്ട് ഉള്ള ഒരു കൂട്ടുകെട്ടിലൂടെയാണ് ഈ കൃഷി മുന്നോട്ട് പോകുന്നത്. ഒരു സമയത്ത് ഇവരുടെ മത്തൻ, കുമ്പളം, വെള്ളരി, വഴുതന, വെണ്ട, പയറ്, മുളക്, ചീര, ഇങ്ങനെ എല്ലാ ഐറ്റംസ് സാധനവും 100% ജൈവവളം ഉപയോഗിച്ച് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പ്രദേശത്ത് പോരൂർ പഞ്ചായത്തിനകത്ത് എവിടെ സ്ഥലം ഒഴിവുണ്ടെങ്കിലും അവിടെ കൃഷി ചെയ്യാനും ഇവർ 2 പേരും തയ്യാറാണ്. തൊഴിലാളികളെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു പച്ചക്കറി ഉൽപ്പാദനമല്ല. 2 പേരും നേതൃത്വം കൊടുത്തിട്ട് തന്നെ തൊഴിലാളികളെയും ഉൾപ്പെടുത്തിയിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പച്ചക്കറി കൃഷിയാണ് 2 പേരുടെയും. ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇതിന് താല്പര്യമുള്ളവരെ പഠിപ്പിക്കാനും തയ്യാറുണ്ട്. ആദ്യം നമ്മൾ കുഴികൾ ഒരുക്കുന്നു. കുഴികളിൽ അല്പം ഒരു പിടി ഇത്തൾ ഇട്ട് ഒരു 4-5 ദിവസം ഒന്ന് നനച്ചു കൊടുത്ത് അതിനുശേഷം നമ്മളതിൽ വിത്ത് പാവുന്നു. വിത്ത് പാവുന്നതിന് മുമ്പ് വിത്ത് നമ്മൾ സൂഡോമോണസിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് തോതിൽ കലക്കി അതിലൊരു 2-3 മണിക്കൂറിട്ട് പിന്നെ അതിനെ തണലിൽ ഉണക്കി ആ വിത്ത് നമ്മൾ പാവുന്നു. അതിനുശേഷം കുറച്ച് മണ്ണിര കമ്പോസ്റ്റോ അതുപോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള EM കമ്പോസ്റ്റോ അങ്ങനെ അതുപോലുള്ള കമ്പോസ്റ്റുകളിട്ട് അങ്ങനെ ഇത് വളർന്നു വരുമ്പോൾ ഒരു 4.5 പ്രായമാകുമ്പോൾ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് കൊടുക്കുന്നു. അതുപോലെ സൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെ അടിയിൽ തെളിച്ചു കൊടുക്കും. അതുപോലെ തന്നെ അതിനുശേഷം ജീവാമൃതം ഒരാഴ്ച ഇടവിട്ട് ഓരോ മുരടിന് 1 ലിറ്റർ എന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കും. അതങ്ങനെ എല്ലാ ആഴ്ചകളിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്ക് ഫിഷ് അമിനോ ആസിഡ് കൊടുക്കും. പിന്നെ ഈ പുഴുശല്യം അതുപോലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിവേറിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ചെടികളുടെ ഇലകളുടെ താഴ്ഭാഗത്ത് അടിച്ചു കൊടുക്കും. പിന്നെ അതിനുശേഷം ഈ കറുത്ത ചായകളുടെ ശല്യം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം കലക്കി അടിച്ചു കൊടുക്കും. അല്ലാതെ പ്രത്യേകിച്ച് ഇതിന് കൂടുതൽ വേറെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊന്നുമില്ല. ഇത് എത്ര കൃഷിയാണെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഈ പയർ കൃഷികൾക്കൊന്നും രാസവളങ്ങൾ
മണ്ണിര കമ്പോസ്റ്റും അതുപോലെ ഫിഷമിൻ ആസിഡും പിന്നെ ജീവാമൃതവും മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 40-45 ദിവസം ആകുമ്പോഴേക്ക് ആദ്യ വിളവെടുപ്പ് നടത്താം. അങ്ങനെ ഒരു 2 മാസം വരെ നമുക്ക് ഇവിടെ നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഏകദേശം 80 സെൻറ്റ് സ്ഥലത്താണ്. അത് വാഴയ്ക്ക് ഇടകൃഷിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏകദേശം ഒരു 800 മുരട് പിന്നെ പയറാണ് നമ്മൾ നട്ടിട്ടുള്ളത്. അതിൽ ഏകദേശം ഒരു 700 എണ്ണം ഇപ്പോൾ വിളവെടുപ്പ് ആയിട്ടുണ്ട്. ബാക്കി കുറച്ചൊക്കെ ഉണങ്ങിപ്പോവുകയും ഈ കാലാവസ്ഥയുടെ കാരണം കൊണ്ട് ഉണങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഡെയിലി 70-80 കിലോ പയർ കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ ചെറിയൊരു പ്രയാസമുള്ളത് കൊണ്ട് 30-40 റുപ്യ നമുക്കൊരു കിലോന് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത് നല്ല ലാഭകരമാണ്. ഇപ്പോൾ ഈ പയർ കൃഷി കൊണ്ട് ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വെച്ച വാഴകൾ നമുക്ക് ഇപ്പോൾ ഇതുവരെ വന്ന ചിലവുകൾ അതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയും. പിന്നെ അവസാനം ഈ വാഴ നമുക്കൊരു മുഴുവൻ ലാഭം എന്ന രീതിയിൽ, മുഴുവൻ ഇല്ലെങ്കിലും ഒരു 75% ലാഭം എന്നുള്ള രീതിയിലെങ്കിലും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്നാണ് ഇപ്പോഴുള്ള വിശ്വാസം. ഒരു മഴയൊക്കെ കിട്ടി വരികയാണെങ്കിൽ പിന്നെ പയർ ഒന്നുകൂടെ ഉഷാറാവാൻ സാധ്യതയുണ്ട്. എത്ര ദിവസം ഈ വിളവെടുപ്പ് വെക്കാൻ കഴിയും? വിളവെടുപ്പ് തുടങ്ങിയാൽ ഏകദേശം നമുക്ക് 2 മാസം മിനിമം. പിന്നെ നമ്മൾ നനയും പിന്നെ ഇതുപോലെ ജീവാമൃതവും ഒക്കെ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വിളവ് കൂടാനാണ് സാധ്യത. 2 മാസത്തിൽ എന്തായാലും കുറവ് വരില്ല. അത് പിന്നെ വിളവുകൾ ഇപ്പോൾ 80 എന്നുള്ളത് ചിലപ്പോൾ 60 ആവും, ചിലപ്പോൾ 120 ആവും. അതാ പിന്നെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഇപ്പോൾ ഈ പയറിൻ്റെ പിന്നെ ഇതിപ്പോൾ പിന്നെ നമ്മളധികം നനയൊന്നും ഇല്ലാത്ത പാടത്ത് മാത്രം ഉണ്ടാക്കിയാണ്. ഇതിപ്പോൾ ജീവാമൃതം അതുപോലെ പിന്നെ ജൈവ രീതിയിലുള്ള കൃഷി ആയതുകൊണ്ടാണ് ഇത് ഇത്ര പച്ചപ്പും അതുപോലെ കാണാൻ ഭംഗിയും കേടും ഒന്നും ഇല്ലാതെ വരുന്നത്. ഇത് നേരെ മറിച്ച് നമ്മൾ രാസവളം ഇട്ടതാണെങ്കിൽ ഇപ്പോൾ ഇത് മുഴുവൻ വാടി തളരേണ്ട സമയം. പിന്നെ ഗൾഫിലായിരുന്നു. എനിക്ക് കൃഷിയെക്കുറിച്ചൊന്നും വലിയ ഒരു ധാരണയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ സുഹൃത്ത് പടുപ്പൻ അബ്ദുള്ളാക്കൻ്റെ കൂടെ കൂടുകയും അദ്ദേഹം കൃഷിയുടെ ബാലപാഠങ്ങൾ എന്നെ പഠിപ്പിച്ചു തരികയും അങ്ങനെ ഞാനത് ഒരു നാടിൽ പിന്നെ ഒരു നല്ല രീതിയിലുള്ള കൃഷികൾ, അതായത് ഇന്നത്തെ കാലത്ത് വിഷാംശങ്ങളില്ലാത്ത ഒരു പച്ചക്കറികളൊക്കെ വിതരണം ചെയ്യണം എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നു ഇത് തുടങ്ങിയിരുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാ ബാലപാഠങ്ങളും എനിക്കതിന് പ്രചോദനം നൽകുകയും എല്ലാ സമയത്തും എൻ്റെ കൂടെ സഹായിയായിട്ട് ഞാനൊരു സഹോദരനായിട്ട് കരുതുന്ന എൻ്റെ പിന്നെ പടുപ്പൻ അബ്ദുള്ളാക്കയാണ് എനിക്കിതിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും എല്ലാവിധ പിന്നെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ലാഭമുള്ളതാണോ? ലാഭമുള്ളതാണ്. എത്രത്തോളം ലാഭമുണ്ട്? കൃഷി നല്ല ലാഭമുള്ളതുകൊണ്ട് നഷ്ടം വരും ചെയ്യും. ബാക്കി ലാഭം കിട്ടുകയാണെങ്കിൽ നല്ലോണം കിട്ടും. എത്രത്തോളം അധ്വാനം വരുന്നുണ്ട്? അധ്വാനം എന്ന് പറഞ്ഞാൽ അധ്വാനമൊക്കെ നല്ലോണം വരും, അധ്വാനിക്കേണ്ടി വരും. അതായത് നമ്മൾ താല്പര്യം കാണിക്കുന്നതിനനുസരിച്ച്. അതെ, അതാണ്. ഓക്കെ. ഞങ്ങൾ പയർ പറിക്കുന്നുണ്ട്. ഞങ്ങൾ 1 കിൻഡൽ പയർ വരെ പറിക്കും ഉച്ചയാകുമ്പോൾ. ഓക്കെ. എത്ര വർഷമായി ഇപ്പോൾ നിങ്ങൾ രണ്ടാളും കൂടിയിട്ടുള്ള ഈ കൃഷി തുടങ്ങിയിട്ട്? ഇതിപ്പോൾ 5-8 വർഷമായി ഇങ്ങനെ ഒരുമിച്ച്. 8 വർഷത്തോളമായി. ഈ 8 വർഷം നിങ്ങൾ കൃഷി നടത്തിയിട്ട് ലാഭത്തിലാണ്? ലാഭത്തിലാണ്. ഓക്കെ. ഇനി മറ്റെന്തൊക്കെയുള്ളത് നിങ്ങളടുത്ത്? പച്ചക്കറി ഐറ്റംസ്, ഈ പയറല്ലാതെ പിന്നെ നമ്മൾ വീട്ടാവശ്യത്തിന് ചീര ഉണ്ടാക്കും, കയ്പുണ്ടാക്കും, വെണ്ട ഉണ്ടാക്കും, വൈതന. എപ്പോഴും വൈതന, ചീര, വെണ്ടല്ല വൈതനങ്ങ, ചീരയൊക്കെ കയ്പൊക്കെ നമ്മളെ വീട്ടിലുണ്ട്. നമ്മുടെ ആവശ്യത്തിനല്ലേ നമ്മളുണ്ടാക്കും. അങ്ങാടിയിൽ നിന്ന് കുരുടൊക്കെ വാങ്ങി തിന്നലില്ല. മിക്കവാറും ഒഴിവാക്കല. 99% 1% വാങ്ങുക. ആരെങ്കിലും കുടുങ്ങിയ വാങ്ങുള്ളൂ, അല്ലാതെ വാങ്ങൂല. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അബൂബക്കർ കാക്കാനെ പോലത്തെ ശിഷ്യന്മാരെ ഇനി കിട്ടിയ കൂടെ കൂടോ? ഒരു മടി ഉണ്ടാവില്ല. കൃഷിന്റെ എല്ലാ ബാലപാഠങ്ങളും അധ്വാനിക്കണം. ഓക്കെ. കൃഷിന്റെ എല്ലാ ബാലപാഠങ്ങളും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും.